രാത്രികാലങ്ങളിൽ മനോഹരമായി പാട്ടുപാടി വീടുകൾക്ക് മുകളിലൂടെ സഞ്ചരിക്കുന്ന രാപ്പാടി. ആ പ്രദേശത്തെ ജനങ്ങളെല്ലാം രാപ്പാടിയുടെ പാട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. രാത്രിയിൽ അവർ അതിനായി കാത്തിരിക്കും. കുട്ടികൾക്ക് അതൊരു താരാട്ടായിരുന്നു. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു കിടക്കുന്നവർക്ക് അതൊരു തലോടലായിരുന്നു. മനോവിഷമം അനുഭവിക്കുന്നവർക്ക് അതൊരു സാന്ത്വനമായിരുന്നു. എല്ലാവരും അത്രയേറെ ഇഷ്ടപ്പെട്ടു രാപ്പാടിയുടെ പാട്ട്. ഈ പാട്ട് കേട്ട് ഉറങ്ങിയവരൊക്കെ വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയുമാണ് രാവിലെ എഴുന്നേറ്റിരുന്നത്. വളരെ സന്തോഷകരമായി അവരുടെ ഒരു ദിവസം ആരംഭിച്ചിരുന്നു. ആ ഗ്രാമത്തിൽ അടുത്തിടെ ദൂരെയുള്ളൊരു പട്ടണത്തിൽ നിന്നും വന്നു താമസമാക്കിയ മുരളി ഉണ്ടായിരുന്നു. മുരളിയും രാപ്പാടിയുടെ പാട്ട് ഏറെ ഇഷ്ടപ്പെട്ടു. മുരളി ഒരു ബിസിനസ്സുകാരനായിരുന്നു. ഇത്ര മനോഹരമായി പാട്ടുപാടുന്ന രാപ്പാടിയെ സ്വന്തമാക്കാൻ മുരളിക്കൊരു മോഹം തോന്നി. മുരളി അതിനുള്ള കെണിയൊരുക്കി കാത്തിരുന്നു. ഏതാനും ദിവസത്തെ ശ്രമത്തിനൊടുവിൽ രാപ്പാടി മുരളിയുടെ കെണിയിലകപ്പെട്ടു. മുരളി ഉണ്ടാക്കിയ വലുപ്പമുള്ള ഭംഗിയുള്ള ഒരു കൂട്ടിലാണ് രാപ്പാടി ഇപ്പോൾ. രാപ്പാടി ആകെ ഭയപ്പെട്ടു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ ഇരിക്കുന്ന രാപ്പാടിയുടെ അടുത്തേക്ക് ഒരു പാത്രത്തിൽ പാലും മറ്റൊരു പാത്രത്തിൽ പഴങ്ങളുമായി മുരളി വന്നു. മുരളി രാപ്പാടിയോട് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ഈ മനോഹരമായി പാടി നടക്കുന്ന നിന്റെ പാട്ടൊന്ന് ആസ്വദിക്കാനും നിന്നോട് അല്പം സംസാരിക്കാനും ഇതൊക്കെ നിനക്ക് തരുവാനുമാണ് നിന്നെ ഞാൻ ഇവിടെ നിർത്തിയത്. ഇതൊക്കെ കഴിച്ച് നമുക്ക് അല്പം സംസാരിച്ച് നിനക്ക് പോകാം. രാപ്പാടി ഒന്ന് ശാന്തമായി. അതിൻ്റെ ഭയം ഒന്നകന്നു. രാപ്പാടി മുരളി കൊണ്ടുവന്ന പാലും പഴങ്ങളും കഴിച്ചു. രാപ്പാടി കഴിച്ചു കഴിഞ്ഞപ്പോൾ മുരളി ചോദിച്ചു, നീ രാത്രിയിലാണല്ലോ ഇങ്ങനെ പാടി നടക്കുന്നത്. രാത്രിയാണോ നിനക്ക് ഏറ്റവും ഇഷ്ടം? അതെ, രാത്രിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. രാത്രിയുടെ നിശബ്ദത എനിക്ക് കൂടുതൽ സന്തോഷം തരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര മധുര മനോഹരമായി പാടാൻ സാധിക്കുന്നത്. രാത്രികാലങ്ങളിൽ ആകാശത്ത് തെളിയുന്ന ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും രാത്രിയുടെ ഈ നിശബ്ദതയ്ക്കും എല്ലാം നമ്മളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആ സത്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ പകർത്താവുന്നതാണ്. മുരളിക്ക് ഇത് കേട്ടപ്പോൾ ആവേശമായി. അതെന്തൊക്കെയാണ് ആ സത്യങ്ങൾ? ശരി, അത് ഞാൻ പറയാം. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് പോകണം. ഒരു കൂട്ടിൽ കഴിയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ശരി, നിനക്ക് പോകാം. രാത്രിയുടെ ആ രഹസ്യങ്ങൾ പറഞ്ഞാട്ടെ. ചന്ദ്രൻ നമ്മെ പഠിപ്പിക്കുന്നത് ചെറിയ ഒരു വെളിച്ചം പോലും ഇരുട്ടിനെ കീഴടക്കും. ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പകച്ചു പിന്മാറരുത്. അതിനെ മറികടക്കുമെന്ന പ്രതീക്ഷയും അല്പം ധൈര്യവും ഉണ്ടായാൽ സാഹചര്യങ്ങൾ മാറി മറിയും. നക്ഷത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഒറ്റയ്ക്ക് തിളങ്ങുന്നതിലും കൂട്ടത്തോടെ തെളിയുന്നതാണ് മനോഹരം. കൂട്ടായ്മ, സഹകരണം, സൗഹൃദം, ഇതാണ് യഥാർത്ഥ ശക്തി. രാത്രിയുടെ നിശബ്ദത നമ്മെ പഠിപ്പിക്കുന്നത് ശബ്ദ കോലാഹലങ്ങളിൽ നിന്ന് വിജ്ഞാനം വരില്ല. സമാധാനമായി ഇരിക്കുമ്പോഴാണ് ബുദ്ധി തെളിയുന്നത്. പ്രശ്നപരിഹാരം വേണ്ടിവരുന്ന സമയത്ത് സംഘർഷ അവസ്ഥയിൽ നിന്നും മാറി ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് വരിക. ശാന്തമായ മനസ്സിൽ പരിഹാര ചിന്തകൾ കടന്നു വരും. ജീവിതത്തിൽ നമുക്ക് കരുത്തു പകരുന്നതാണ് രാത്രിയുടെ ഈ രഹസ്യങ്ങൾ. മുരളിക്ക് രാപ്പാടി പറഞ്ഞ സത്യങ്ങൾ ശരിക്കും ഇഷ്ടപ്പെട്ടു. അത് തീർച്ചയായും മൂല്യവത്താണ്. രാപ്പാടി പറഞ്ഞു, ഇനി ഞാൻ പോവട്ടെ. മുരളി പറഞ്ഞു, നീ എന്നും പാടുന്നൊരു പാട്ടുണ്ടല്ലോ, അതൊന്ന് പാടിയിട്ട് പോകാം. അല്ലെങ്കിൽ നീ എന്തിനു ഇങ്ങനെ പറന്നു നടക്കുന്നത്? നിനക്ക് വേണ്ട ഭക്ഷണമെല്ലാം ഞാൻ തരാം. നിനക്ക് ഇനിയും സൗകര്യമുള്ള കൂട് ഞാൻ ഉണ്ടാക്കിത്തരാം. എനിക്കെന്നും നിന്റെ പാട്ട് കേട്ട് ഉറങ്ങാലോ. മുരളി അല്പം സ്വാർത്ഥനായി. രാപ്പാടി പറഞ്ഞു, അയ്യോ, ഇങ്ങനെ കൂട്ടിൽ കിടന്നാൽ എനിക്ക് പാട്ടൊന്നും വരില്ല. മനോഹരമായ വിലപിടിപ്പുള്ള കൂടല്ലേ നിനക്കായി ഞാൻ തന്നത്. നിനക്കിഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണവും തരാം. നിനക്കിവിടെ നിന്നാലെന്താ? വിശാലമായ ആകാശത്ത് രാത്രിയുടെ ഭംഗി ആസ്വദിച്ച് പറന്നു നടക്കുമ്പോഴാണ് എനിക്ക് പാടാൻ പറ്റുന്നത്. മുരളിക്ക് ദേഷ്യം വന്നു.
നീ ഇവിടെ നിൽക്കാനും പാടാനും തയ്യാറല്ലെങ്കിൽ നിന്നെ വിടാനും ഞാൻ തയ്യാറല്ല. നിന്നെ കൊന്ന് ഞാൻ കറിയുണ്ടാകും. ഇത് കേട്ട് രാപ്പാടി ഭയപ്പെട്ടു. എങ്കിലും രക്ഷപ്പെടാമെന്ന ഒരു പ്രതീക്ഷ മനസ്സിൽ തെളിഞ്ഞു. ഒരു നിമിഷം ശാന്തമായി ചിന്തിച്ചു. പിന്നീട് ഒരു ചെറു ധൈര്യത്തോടു കൂടി രാപ്പാടി മുരളിയോട് പറഞ്ഞു, നിനക്കെൻ്റെ പാട്ടിഷ്ടമല്ലേ? മുരളി പറഞ്ഞു, അതെ. ഞാൻ പറഞ്ഞ രാത്രിയുടെ സത്യങ്ങൾ ഇഷ്ടപ്പെട്ടോ? തീർച്ചയായും അത് മൂല്യവത്താണ്. എങ്കിൽ അതിനേക്കാൾ മഹത്തായ വിജയത്തിനുള്ള 3 രഹസ്യങ്ങൾ എനിക്കറിയാം. അതറിഞ്ഞവരൊന്നും ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടില്ല. അവർക്ക് അടിക്കടി ഉയർച്ച മാത്രമാണ് ഉണ്ടായത്. നിനക്കെന്നും എൻ്റെ പാട്ട് മാത്രം കേട്ടിരുന്നാൽ മതിയോ? അതോ മഹത്തായ വിജയരഹസ്യങ്ങൾ അറിഞ്ഞ് ജീവിതം വിജയിപ്പിക്കണോ? മുരളിക്ക് ആകാംക്ഷയായി. പോരാ പോരാ, എനിക്ക് ആ രഹസ്യങ്ങൾ അറിയണം. വേഗം പറഞ്ഞുതാ. പറയാം, പക്ഷേ അത് കൂട്ടിൽ നിന്ന് പറയാനാവില്ല. അത് പറയാൻ സ്വാതന്ത്ര്യം വേണം. എനിക്ക് നല്ല വിലപിടിച്ച കൂടും നല്ല സ്വാദുള്ള ഭക്ഷണവും തന്ന ആളല്ലേ. എന്നെ മോചിപ്പിച്ചാൽ ഉടൻ ഞാൻ ആ സത്യം നിനക്ക് പറഞ്ഞു തരാം. മുരളി കൂടുതൽ ചിന്തിച്ചില്ല. രഹസ്യങ്ങൾ അറിയാനുള്ള ധൃതി മൂലം വേഗത്തിൽ രാപ്പാടിയെ മോചിപ്പിച്ചു. രാപ്പാടി ചിറകടിച്ച് മുകളിലേക്കുയർന്നു. ഉയർന്നു പൊങ്ങിയ രാപ്പാടി അവിടെ ഒരു മാവിൻ കൊമ്പിൽ ചെന്നിരുന്നു. പിന്നീട് മുരളിയോട് പറഞ്ഞു, ഇതാ രഹസ്യങ്ങൾ, വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഒന്നാമത്തെ രഹസ്യം, അപകടത്തിൽ കുടുങ്ങിയവർ രക്ഷപ്പെടാൻ പല വാഗ്ദാനങ്ങളും തരും. അതൊന്നും വിശ്വസിക്കരുത്. ഇത് കേട്ട് മുരളി ഞെട്ടി. ഉടൻ രാപ്പാടി രണ്ടാമത്തെ രഹസ്യം പറഞ്ഞു, വരാനിരിക്കുന്ന അമൂല്യമായ നിധി ഓർത്ത് കയ്യിലുള്ളത് നഷ്ടപ്പെടുത്തരുത്. ഇനി മൂന്നാമത്തെ രഹസ്യം, പറ്റിയ വിഡ്ഢിത്തരങ്ങളെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കാതെ അതിൽ നിന്നും പാഠം പഠിക്കുക, തെറ്റ് ആവർത്തിക്കാതിരിക്കുക. രാപ്പാടി രാത്രിയെക്കുറിച്ച് പറഞ്ഞ രഹസ്യങ്ങളും രക്ഷപ്പെടാൻ പറഞ്ഞ സത്യങ്ങളും നമുക്ക് ജീവിതത്തിൽ ഏറെ ഉപകാരപ്പെടും.